ഹായ് ഫ്രണ്ട്സ്, ഇത് ഷബ്നം ഷഹീർ. അപ്പോൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആയാലോ? ചുമ്മാ 31st അല്ലേ, അപ്പോൾ ഇന്ന് ഫോർട്ട് ബീച്ചിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുണ്ടായ 31ൻ്റെയും പപ്പാനിയുടെയും വിശേഷങ്ങളായിരുന്നു നിങ്ങൾ മുമ്പ് കാണാം. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ലവ് യു ഓൾ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ടി പി ഗ്രൗണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നുള്ള പപ്പാനികളെ കണ്ടവരൊക്കെ പറയുന്നത് പള്ളുരുത്തിയിലെ പപ്പാനി ഈ പ്രാവശ്യത്തെ ടി പിയിലെ പപ്പാനിയാണ് തൂക്കിയേക്കണതാണ്, അടിപൊളിയാക്കിയേക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുതല കല്ലരിയിലാണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാച്ചും ഗോപാലൻ ഓൾറെഡി ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്ന ഗ്രൗണ്ടിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പപ്പാനിനെ കാണാൻ പറ്റുന്ന പരുവത്തിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. പള്ളുരുത്തി തന്നെ ആയതുകൊണ്ട് എല്ലാവരും മിക്ക പേരെ അറിയാവുന്നത് തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ നല്ലൊരു വൈബായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അനിയത്തി ഹസ്ബൻഡും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അതിനൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ വെള്ളം ദാഹിക്കുന്നവർക്ക് കൊടുക്കാനും വെള്ളവും മറ്റേതും മിഠായി മറിച്ചൊക്കെ ആയിട്ട് കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. കുട്ടികളായിരുന്നു അത് ഇട്ടിരുന്നത്, അടിപൊളിയായിരുന്നു. അങ്ങനെ കൗണ്ട് ഡൗണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പപ്പാനെ കത്തിക്കാനൊക്കെ തുടങ്ങി. പപ്പാനെ നല്ല രീതിയിൽ തന്നെ കത്തിച്ച് എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് നല്ല വീഡിയോയിലായിരുന്നു. ഫയർ വർക്ക്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി ഫയർ വർക്ക്സ് ആകാമായിരുന്നു. അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കൊരു ഇതും കൂടി ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലറാണ് ഈ മറ്റേ പപ്പാനിനെ കത്തിക്കൽ എന്നുള്ള ദൗത്യം ഏറ്റെടുത്തത്. അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു. പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ നല്ല ഫയർ വർക്ക്സൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പിള്ളേരൊക്കെ ഭയങ്കര പാട്ടും കൂട്ടും ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ തണ്ണി അടിച്ച ആൾക്കാരൊക്കെ കൊണ്ട് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ന്യൂ ഇയർ വൈബിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ എന്താണ് എൻ്റെ വീടിന് ഇപ്രാവശ്യം ഫോട്ടോ ജി പോയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡഡ് ഉണ്ടായി. പിന്നെ 4 മണിയാകുമ്പോഴത്തേക്കും ആ പോണ വഴിയൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിരുന്നു. സോ ആ സമയത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകും. അപ്പം ഞങ്ങൾ നിയറസ്റ്റ് പ്ലേസിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതെന്തിനാ പുറത്ത് ഫോട്ടോ വെച്ച് പോകണ്ടേ എന്നുള്ള ഇവിടെ തന്നെ ആഘോഷിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്കിന് ഇനോഗ്രേഷൻ ഏകദേശം ഒരു 1 വീക്കൊക്കെ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ കൊണ്ട് നല്ല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ. ടേക്ക് കെയർ ഓൾ ഓഫ് യു. ലവ് യു ഓൾ.